ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കുട്ടികൾ അനുസരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, വായിക്കാൻ വിളിച്ചാൽ വരുന്നില്ല, സമയത്ത് കുളിക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർ കളി കഴിഞ്ഞ് വരുന്നത് വൈകിയാണ്. ഇങ്ങനെ നൂറുകൂട്ടം പരാതികൾ രക്ഷിതാക്കൾക്ക് പറയാനുണ്ടാവും. അനുസരണക്കേട് അത് അനുസരിക്കാത്തവരുടെ കുഴപ്പത്തെക്കാൾ അനുസരിക്കാൻ പറയുന്ന ആളുകളുടെ ശൈലിക്ക് ദോഷമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. രക്ഷിതാക്കൾ അടച്ചാക്ഷേപിക്കുകയല്ല. ഉമ്മ പറഞ്ഞാൽ കുട്ടി അനുസരിക്കില്ല, ഉപ്പ പറഞ്ഞാൽ കുട്ടി അനുസരിക്കും. അപ്പോൾ കുട്ടിക്ക് അനുസരണക്കേടില്ല, മറിച്ച് ഉപ്പ പറയുന്ന ശൈലി കുട്ടിക്ക് മനസ്സിലാവുകയും കുട്ടി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഉമ്മ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി കുട്ടികളോട് സംസാരിക്കുമ്പോൾ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് മാത്രം കുട്ടികൾ ചെയ്യാതിരിക്കുകയും എന്താണോ നമ്മൾ വെറുക്കുന്നത് ആ കാര്യങ്ങൾ മുഴുവൻ കുട്ടികൾ ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ആദ്യം കുട്ടിയുടെ ഗുണം പറഞ്ഞ്, ചെയ്യാത്ത കാര്യത്തിന് പറയാൻ സാധ്യതയുള്ള ന്യായം പറഞ്ഞ് ലഘുവായി നിർദ്ദേശിക്കണം. മനസ്സിലായില്ല? ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ആദ്യം കുട്ടിയുടെ ഒരു 4 ഗുണം പറയാം. എന്നിട്ട് അവൻ സമയത്ത് കുളിക്കാത്തതിൻ്റെ കാരണം ന്യായം ഇന്നതായിരിക്കും. ഇന്നതുകൊണ്ടല്ല ഇജ്ജ് നേരത്തെ കുളിക്കാത്തത്, അതുകൊണ്ട് ഈ നേരത്തെ കുളിക്കാൻ ആ കാരണത്തെ മറികടക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. കുട്ടിയോട് ചെയ്യാൻ പറയുന്ന കാര്യത്തിൽ നമ്മുടെ സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി കുട്ടി അത് ചെയ്യാൻ പ്രേരിതനാകും. ഒരു ഗുണം പറയുമ്പോൾ അവരുടെ മനസ്സിനൊരാശ്വാസം നൽകി, അവർ വിചാരിക്കുന്ന ന്യായം പറയുമ്പോൾ അവരെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. ഈ 2 കാര്യം ഉണ്ടാകുന്ന ഒരാളെയാണ് യഥാർത്ഥത്തിൽ മറ്റൊരാൾ അനുസരിക്കുക. അനുസരിക്കേണ്ട കാര്യം വളരെ ലഘുവായി പറയണം. എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്താൽ കുഴപ്പമില്ല, അത് ചെയ്താൽ എനിക്ക് ഉപകാരമുണ്ട് എന്ന് തിരിച്ചറിയണം. എങ്ങനെ? ലഘുവായി പറയണം, ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം, ചെയ്താൽ കുഴപ്പമില്ല, അതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന രൂപത്തിൽ പറയണം. അപ്പോൾ അനുസരണം വന്നു ചേരും. ആരെങ്കിലും നമ്മെ അനുസരിച്ചാൽ അവർക്ക് നന്ദി പറയണം. ഒരാൾ നമ്മളെ അനുസരിച്ചാൽ അവൻ എൻ്റെ മോനല്ലേ, ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ എന്നെ അനുസരിക്കൽ നിർബന്ധമല്ലേ എന്നതിൽ നിന്ന് മാറി ഏതൊരാൾ അനുസരിക്കുമ്പോഴും അയാളോട് നന്ദിയും അഭിനന്ദനവും അറിയിക്കുക എന്നത് മാന്യതയുടെ ലക്ഷണമാണ്. ആ മാന്യത കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബന്ധം വർദ്ധിക്കുക. നമ്മൾ പറയുന്ന കാര്യം അവർ അനുസരിക്കും എന്ന വിശ്വാസം വേണം. അത് എത്ര പറഞ്ഞാലും അനുസരിക്കൂല, അവൻ്റെ പ്രകൃതം അങ്ങനെയാണ് എന്ന് അവൻ്റെ പ്രകൃതത്തെ ഫിക്സ് ചെയ്യുകയും എന്നിട്ട് അനുസരിക്കാത്തതിന് കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടി അന്യായം പറഞ്ഞ് അനുസരിപ്പിക്കുന്നത് ശരിയല്ല. അത് നമുക്കൊരു കാര്യം, കുട്ടി ആളുകളുടെ മുന്നിൽ വലിയവനാകണം, എന്നിട്ട് എനിക്ക് വലിയവനാകണം എന്ന് വിചാരിച്ച് ഉപദേശിച്ചാലും കുട്ടികൾ സ്വീകരിക്കൂല. അനുസരിക്കുന്ന ആളുടെ ഗുണത്തിനു കൂടി വേണ്ടിയാണ് ഇത് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അഥവാ കുട്ടിയുടെ ഗുണത്തിന് വേണ്ടിയാണ് അനുസരിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം. ശാന്തത പാലിക്കുക, പോസിറ്റീവായ പെരുമാറ്റം ബലപ്പെടുത്തുക, സജീവമായ കേൾവി. കുട്ടി ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിന് ഉത്തരം പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവനോട് പ്രതികരിക്കുകയും ചെയ്യണം. അവനിലുള്ള വിശ്വാസം നിലനിർത്തണമെന്നർത്ഥം. അപ്പോൾ അനുസരിക്കാൻ പറയുന്നവരുടെ ശൈലി ദോഷമാണ്. കൽപ്പിക്കുമ്പോൾ ഗുണം പറയണം, അതിൻ്റെ ഉപകാരം പറയണം, ലഘുവായി പറയണം, അവരുടെ ന്യായങ്ങളെ അംഗീകരിക്കണം. അവർ അനുസരിച്ചാൽ അവരോട് നന്ദി പറയണം, അവരനുസരിക്കും എന്ന് വിശ്വസിക്കണം, ശാന്തമായി പറയണം, പോസിറ്റീവ് പെരുമാറ്റമുണ്ടായിരിക്കണം, അവർ പറയുന്നത് സജീവമായി കേൾക്കണം. ഈ കാര്യങ്ങളുണ്ടോ ഒരാളെ മറ്റൊരാൾ അനുസരിച്ചിരിക്കും. ആ രൂപത്തിൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.